ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉമ്മയുടെ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഇന്ന് നമ്മളുടെ ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ 2 ജോമെട്രിക്കൽ ഷേപ്സാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ പെൻസിൽ എടുക്കുക, സ്കെയിൽ എടുക്കുക, അതിനുശേഷം ഒരു സ്ക്വയർ വരയ്ക്കണം കേട്ടോ. ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 13 സെൻറ്റിമീറ്റർ വെച്ചിട്ടാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ വീഡിയോ കാണുന്ന രീതിയിൽ അത് വരയ്ക്കുക കേട്ടോ. ഇപ്പം ഭയങ്കര എളുപ്പമാണ് വരയ്ക്കാൻ, എല്ലാവരും ട്രൈ ചെയ്യും. ഇതൊന്നും ആർക്കും പാടുള്ള കാര്യമല്ലല്ലോ. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എല്ലാ ലൈനും ഈ കാണുന്ന രീതിയിലൊന്ന് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം, എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം. വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആ 3 സെൻറ്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്തി അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു സ്റ്റാർ അല്ല, പക്ഷേ അതെനിക്കൊരു ഷേപ്പ് കിട്ടും. നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ഈസിയാണ് ചെയ്യാൻ, നിങ്ങളെല്ലാവരും ചെയ്യുക, കാരണം ഭയങ്കര എളുപ്പമാണ്. അതിനുശേഷം നമ്മൾ ബാക്കി ഇതുണ്ട്, അതിൻ്റെ ആ സൈഡ് 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. 2 സെൻറ്റിമീറ്റർ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 2 ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം. മുഴുവനും 4 എണ്ണം അങ്ങനെ തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും സ്കൂളിൽ പോകാൻ പുസ്തകമൊക്കെ വാങ്ങിച്ചോ? ഇനി സ്കൂൾ തുറക്കാൻ വെറും 1 മാസം കൂടെ ഉള്ളു. അതിനുശേഷം കേട്ടോ മാർക്കർ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കളർ കൊടുക്കണം, കളർ അടിക്കേണ്ട പരിപാടി. അപ്പം ആദ്യം തന്നെ നല്ല വൃത്തിക്ക് കളർ അടിക്കണം, കാരണം കളർ അടിക്കുന്നതാണെങ്കിൽ ഇരിക്കും നല്ല രസമായിരിക്കും. അങ്ങനെ ആദ്യത്തെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അടുത്ത പിക്ചർ ആണത് ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം നല്ല രീതിക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ തന്നെ നമുക്ക് തെറ്റിപ്പോയി. 8 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 8 വരെ വരയ്ക്കണം. 8ഉം ഈ കാണുന്ന രീതിയിലാട്ടോ വരയ്ക്കേണ്ടത്, ക്രോസായിട്ട് പിന്നെ ഡയഗണലായിട്ടൊക്കെ. അതിനുശേഷം ഓരോ വരയിലും അങ്ങനെ മണ്ടയിലോട്ടായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. ഏകദേശം ഈ രീതിയിലപ്പോൾ കിട്ടും. അതിനുശേഷം വരയ്ക്കാത്ത വരകളുണ്ടല്ലോ, അതും മണ്ടയിലോട്ടാക്കി കൊടുക്കണം. എല്ലാ വരയും അങ്ങനെ മണ്ടയിലോട്ട് വെച്ച് ഇങ്ങനെ ഒരു 90 ഡിഗ്രി ആംഗിൾ പോലെ വരച്ച് കൊടുക്കണം അവിടെ ആയിട്ട് കേട്ടോ. ഇതും അത്യാവശ്യം എളുപ്പമാണ്, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അത്യാവശ്യം എളുപ്പമാണ് വരയ്ക്കുക, എല്ലാവരും വരച്ച് നോക്കണം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ. അതിനുശേഷം അടുത്ത വേറെ വരെയാണ് അവിടെ നിന്ന് ഈ വീഡിയോ കാണുന്ന രീതിയിൽ വരച്ചു കൊടുക്കണം കേട്ടോ. സിമ്പിളാണ് കേട്ടോ ഇത് വരയ്ക്കാൻ. ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ വരച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് പിന്നെ അവസാനം കിട്ടിയത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച മാർക്കർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നര തൊട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ